മദ്യപാനം, സെക്സ്, വെറുപ്പ്, വിദ്വേഷം, ജീവിതം തീർന്നു. ഇനി അവനൊരു ജീവിതമുണ്ടാകില്ലാത്ത വിധം അത്രമാത്രം തകർച്ച, പാപത്തിൻ്റെ കെട്ട്, എല്ലാ അസ്വസ്ഥതകളുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കുകയാണ്. കാരണം ഈശോ ഇല്ലെങ്കിൽ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല. ഈശോയുടെ ശക്തി അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ആവില്ല. പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ പരിശുദ്ധാത്മാവോട് നിറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വെച്ച് ഈശോയുടെ നാമത്തിൽ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ദുഷ്ടാരൂപി അള്ളകി മറിഞ്ഞങ്ങ് പോവാണ്. ചെറുപ്പക്കാരനാ, ഒരു 10-30 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇപ്പോൾ അവൻ്റെ വിശുദ്ധനായിട്ട് ജീവിക്കുകയാണ്. വീട് മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു, കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു, എല്ലാ തകർച്ചയും മാറി. ഭയങ്കര മാറ്റമേ. അതെൻ്റെ കഴിവൊന്നുമല്ല, അച്ഛൻ്റെ കഴിവ്, അച്ഛനാരോ ഒന്നുമല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കഴിവാണ്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 1:7-8, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുപോലെ തന്നെ ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ